അനുഭവിച്ച ഒരു യുദ്ധമായിരുന്നു. ആ സംഭവം ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. അങ്ങനെ കുന്ന യൗമൽ ഖന്ദഖി നഹ്ഫിർ, ഞങ്ങൾ കുഴിവെട്ടുകയായിരുന്നു. ഫഅറദത് ഖുദിയത്തുൻ ഷദീദ, ഒരു വലിയ പാറ, മണ്ണിൽ ഇങ്ങനെ കുഴിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പാറ പ്രത്യക്ഷപ്പെട്ടു. ഫജാഉ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാലു, അവർ പറഞ്ഞു, ഹാദിഹി ഖുദിയത്തുൻ അറദത് ഫിൽ ഖന്ദഖ്, ഞങ്ങളുടെ മുന്നിൽ കിടങ്ങില് ഇനി താഴേക്ക് കുഴിക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയൊരു കല്ല് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന നാസിൽ, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോളാം. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായിട്ട് മാറി നിൽക്കല്ല, സഹാബത്തിന്റെ കൂടെ അവർ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്ത് തടി അനങ്ങി അധ്വാനിക്കുന്ന ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ഞാൻ അത് നോക്കിക്കോളാം. സുമഖാമ, എന്നിട്ട് എഴുന്നേറ്റു. വബത്നുഹു മഅസൂബൻ ബിഹജർ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റിൽ ഒരു കല്ല് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്, വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി. വലബിസ്നാ സലാസത അയ്യാമിൻ, കാരണം 3 ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ലാ നദൂഖു ദവാഖൻ, ഒരു വസ്തുവും തിന്നാതെ, ഒരു ഭക്ഷണവും കഴിക്കാതെ 3 ദിവസമായിട്ടുണ്ട്. ഫഅഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിഅവൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഅവൽ എന്ന് പറഞ്ഞാൽ പാറ വെട്ടാൻ ഉപയോഗിക്കുന്ന ഹാമർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെടുത്തു. അല്ലെങ്കിൽ പിന്നെ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം, കല്ല് വെട്ടുന്ന ആയുധം. ഫളറബ, അങ്ങനെ ഒറ്റ അടിയടിച്ചു. ഫആദ കസീബൻ അഹ്യൽ, ആ പാറ പൊടിയായി മാറി. ഫഖുൽതു യാ റസൂലല്ലാഹ് ഇദൻ ലീ ഇലൽ ബൈത്ത്, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ, എനിക്കൊന്ന് വീട്ടിൽ പോകണം. ഫഖുൽതു ലിംറഅതി, ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, റഅയ്തു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ മാ ഫീ ദാലിക സബ്ർ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സംഗതി കണ്ടു, അത് കണ്ടു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുകയില്ല, അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്ല് വെച്ച് കെട്ടിയതാണ് ഉദ്ദേശിക്കുന്നത്. ഫഇൻദകി ഷൈ, നിന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ, ഭാര്യയോട് ചോദിക്കുകയാണ്. ഫഖാലത് ഇൻദി ശഈറുൻ വഅനാഖ്, എന്റെ അടുത്ത് ആകെയുള്ള സ്വത്ത് കുറച്ച് ബാർലി ഉണ്ട്, ഒരു ആട്ടിൻകുട്ടിയുണ്ട്, ഇതാണ് ആകെ വീട്ടിലുള്ളത്. ഫദബഹ്തുൽ അനാഖ്, അപ്പൊ ഇദ്ദേഹം ഉടനെ തന്നെ ആടിനെ അറുത്തു. വതഹൻതു ശഈർ, ഈ ബാർലി അത് പൊടിച്ചു. ഹത്താ ജഅൽന അൽ-ലഹ്മ ഫിൽ ബുർമ, അങ്ങനെ ഈ ഇറച്ചി അതിന്റെ പാത്രത്തിൽ, ഇറച്ചി വേവിക്കുന്ന പാത്രത്തിൽ വെച്ചു. ثم جئت النبي صلى الله عليه وسلم والعجين قد انكسر, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. والبرمة بين الأثافي قد كادت تنضج, ഈ മാംസം വേവാറായിട്ടുണ്ട്. فقلت طعيم لي فقم أنت يا رسول الله ورجل أو رجلان, ഞാൻ പറഞ്ഞു, റസൂലെ, കുറച്ച് ഭക്ഷണം വീട്ടിലുണ്ട്, താങ്കളും 1-2 കൂട്ടുകാരും സഹാബിമാരും വന്നാൽ കഴിക്കാൻ പറ്റും. ഖാല കംഹു, എത്രയുണ്ട് എന്ന് ചോദിച്ചു. ഫദക്കർതു ലഹു, ഞാൻ പറഞ്ഞു ഇത്രയൊക്കെയാണുള്ളത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കസീറുൻ ത്വയ്യിബ്, അത്യാവശ്യം ഭക്ഷണമുണ്ട്, നല്ല ഭക്ഷണമാണ്. കുല്ലഹ ലാ തൻസിഅൽ ബുർമ, എന്റെ ഭാര്യയോട് പറയുക, ആ ഇറച്ചി വെച്ചിട്ടുള്ള പാത്രം അടുപ്പത്ത് നിന്ന് എടുക്കരുത്. വൽ ഖുബ്സ മിനത് തന്നൂർ, അതുപോലെ തന്നെ റൊട്ടി ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള മാവും എടുക്കരുത് എന്ന് ഭാര്യയോട് പറയുക. ഹത്ത ആത്തി, ഞാൻ വരുന്നത് വരെ. ഫഖാല ഖൂമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എഴുന്നേൽക്കുക, സഹാബത്തിനോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഫഖാവൽ മുഹാജിറൂന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളും എല്ലാ സഹാബിമാരും കൂടി എഴുന്നേറ്റു. ഫദഖൽതു അലൈഹ ഫഖുൽതു, ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറഞ്ഞു, വൈഹക്കി, നിനക്ക് നാശം. ഖദ് ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഹാജിറൂന വൽ അൻസാർ വമൻ മഅഹും, അല്ലാഹുവിന്റെ റസൂലും എല്ലാ സഹാബിമാരും കൂടി വന്നിട്ടുണ്ട്. ഖാലത് ഹൽ സഅലക്, അവർ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കളോട് ചോദിച്ചിട്ടുണ്ടോ? ഭാര്യ പറയാൻ, അവരുടെ ബുദ്ധി നോക്കണം. റസൂൽ ചോദിച്ചോ വീട്ടിൽ എന്താണുള്ളത് എന്ന് അറിഞ്ഞിട്ടാണോ വരുന്നത് എന്നർത്ഥം. ഖുൽതു നഅം, ഞാൻ പറഞ്ഞു അതെ. ഖാല ഉദ്ഖുലു വലാ തളാഗതു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ജാബിർ, രണ്ടിലൊരാൾ പറഞ്ഞു സഹാബത്തിനോട്, നിങ്ങൾ വീട്ടിൽ കയറിക്കൊള്ളുക, തിരക്ക് കൂട്ടരുത് എന്ന് പറഞ്ഞു. ഫജഅല യക്സുറുൽ ഖുബ്സ് വയജ്അലു അലൈഹി അൽ-ലഹം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുബ്സ് മുറിച്ചു കൊടുക്കാൻ തുടങ്ങി. ഓരോ കഷ്ണം എടുത്ത് അതിൽ ഇറച്ചിയും വെച്ച് ഓരോ സഹാബിക്കായിട്ട് കൊടുക്കാൻ തുടങ്ങി. വയുഖമ്മിറുൽ ബുർമത വത്തന്നൂർ ഇദാ അഖദ മിൻഹു, അങ്ങനെ ഈ ഇറച്ചി പാത്രത്തിൽ നിന്ന് ഇറച്ചി എടുത്തു കഴിഞ്ഞാൽ ആ പാത്രം അടച്ചു വെക്കും. സാധാരണ കുറെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ തുറന്ന് തന്നെ വെക്കുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നില്ല. ഓരോ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിനുശേഷം ഈ പാത്രം രണ്ടും അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. വയുഖർരിബു ഇലാ അസ്ഹാബിഹി, എന്നിട്ടൊരു സഹാബിക്ക് കൊടുക്കും. സുമ്മ യൻസിഅ, പിന്നെ വീണ്ടും പാത്രം തുറക്കും. ഫലം യസൽ യക്സിറു വയഗ്രിഫു, അങ്ങനെ ഈ ഖുബ്സ് മുറിച്ചുകൊണ്ടേയിരുന്നു, ഈ ഇറച്ചി ആ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടേയിരുന്നു. ഹത്താ ശബിഉ വബഖിയ മിൻഹു, അവർക്കെല്ലാവർക്കും വയറ് നിറയുകയും ചെയ്തു, പിന്നെയും പാത്രത്തിൽ ഭക്ഷണം ബാക്കിയാവുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുലി ഹാദാ വഅഹ്ദി, നീ ഇനി ബാക്കിയുള്ളത് കഴിച്ചുകൊള്ളുക, എന്നാലും ബാക്കിയുണ്ടാകും. ഫഅഹ്ദി, അത് നീ ഹദിയ കൊടുത്തുകൊള്ളുക. ഫഇന്ന الناس അസാബത്തുഹും മജാഅ, കാരണം ജനങ്ങൾ പട്ടിണിയിലാണ്, ഹദിയ കൊടുക്കാൻ പറ്റിയ സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. ഈ സംഭവം
അള്ളാഹുവിന്റെ റസൂലിന്റെ കഷ്ടപ്പാട്, ദാരിദ്ര്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്വാനശീലം, ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, അത് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലായിലുൻ നുബുവ, നുബുവത്തിന്റെ ഒരു തെളിവാണ്. അള്ളാഹുവിന്റെ റസൂലാണ്, നബിയാണ്, സത്യസന്ധനായ പ്രവാചകനാണ് എന്നതിന്റെ തെളിവാണ്. ഇപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നും നബിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ വിശ്വസിക്കാത്ത ഒരാളോട് ഇപ്പൊ ഇത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റണം. കാരണം ഇത് ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഒരു ഹദീസ് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കാഫിറിന് പോലും പറയാൻ അവകാശമില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ ലോകത്തുള്ള ഒരു ചരിത്രവും വിശ്വസിക്കാൻ സാധിക്കില്ല. ഏത് ചരിത്രമാണ് വിശ്വസിക്കാൻ പറ്റുക? ഇപ്പൊ എന്തെങ്കിലും ഒരു ചരിത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഹദീസിൽ വിശ്വസിച്ചു കൊള്ളണം. കാരണം ലോകത്ത് മനുഷ്യന്റെ ചരിത്രം സ്വീകരിക്കാൻ മനുഷ്യരുടെ ഇടയിലുള്ള മാനദണ്ഡങ്ങൾ അതിനേക്കാളൊക്കെ എത്രയോ ശക്തമായ നിബന്ധനകൾ വെച്ചിട്ടാണ് ഹദീസ് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഇമാം ബുഖാരി മുസ്ലിം ഹദീസുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് ഒരു മുഅ്മിനിന്റെ ഈമാൻ ബലപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ് ഈ സംഭവം. അടുത്ത ഹദീസ്